എത്ര ജനറേഷൻ കണ്ട ഉടവാളാണല്ലേ. മഹാരാജാക്കന്മാര് ഈ തറവാട്ടിലെ ഏതോ ഒരു മുത്തശ്ശന് കൊടുത്ത ഉടവാളായത്. അതെ, ഒരു ഭയങ്കര അത്ഭുതം തന്നെ. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണോ വെക്കുന്നത്? ഒരിക്കലുമല്ല. കുടുംബക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയുള്ള ദിവസങ്ങളിൽ അവിടെ വയ്ക്കും. അത് കഴിഞ്ഞ് ഇവിടത്തെ നിലവറയിൽ കെടാവിളക്കിന്റെ മുന്നിൽ സൂക്ഷിക്കും. ഇതിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ വീടിന് ഐശ്വര്യം. അല്ലേ സിപ്പി, ഇത്രയും വിലപിടിപ്പുള്ള വാള് ഇവിടെ ഇരിപ്പുണ്ടെന്നറിഞ്ഞാ വല്ല കള്ളന്മാരും... കള്ളന്മാരോ? കൊള്ളക്കാര് വരും. കൊള്ളക്കാര് വന്നാലേ തട്ടിക്കൊണ്ടുപോകും. ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്ന് വരെ രക്ഷപ്പെട്ട ഉടവാളയത്. ഇതിനകത്ത് വന്ന് ഇത് തട്ടിക്കൊണ്ടുപോകാൻ ആരും ധൈര്യപ്പെടില്ല. റിവോൾവർ കയ്യിലുണ്ട്. ഞാൻ വെടിവെച്ച് വീഴ്ത്തും. ആ, ഒരു കാര്യം ചെയ്യും മീനാക്ഷി, ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി സേഫായിട്ട് വയ്ക്കാം. ഇനി ഇത് സൂക്ഷിക്കേണ്ടതേ നമ്മളാ. മോളെ മീനാക്ഷി, കാർത്തി. എന്താ അമ്മേ? അതെ, മുത്തശ്ശനും മുത്തശ്ശിയും രാമേശ്വരത്തേക്ക് പോവാൻ തയ്യാറാവുക. അതിന് മുത്തശ്ശനും മുത്തശ്ശിയും ഇന്നാണോ പോകുന്നത്? നാളെ അല്ലേ? അത് നേരത്തെ തീരുമാനിച്ചല്ലേ. ഇന്ന് പോവെന്ന് ഇന്നലെ പറഞ്ഞതാ. കാറിലാണോ യാത്ര? അല്ല, റെയിൽവേ സ്റ്റേഷൻ വരെ കാറില്, അവിടുന്ന് ട്രെയിനില്. AC കോച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനല്ലേ ബുക്ക് ചെയ്ത്. ഓ, ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളായി. ഞാൻ വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ നിങ്ങളാക്കാൻ. അമ്മേ, അമ്മയുടെ അച്ഛന്റെ മരുന്നുകളൊക്കെ അമ്മയുടെ ബാഗിലാ വച്ചിരിക്കുന്നത്. അറിയാം, ഒരു പ്രാവശ്യം നീ പറഞ്ഞതല്ലേ. അല്ല, ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതാ. അച്ഛന്റെ മരുന്നുകളൊക്കെ അമ്മ കൃത്യമായിട്ട് എടുത്തു കൊടുക്കണേ. നീ വരുന്നതിന് മുമ്പ് അച്ഛന്റെ കാര്യം നോക്കിയിരുന്നത് ഞാനല്ലേ മോളെ? ആ, അങ്ങനെ അല്ലാന്നാരെങ്കിലും പറഞ്ഞോ? ഓ, പക്ഷേ അന്ന് അച്ഛന് കൊളസ്ട്രോൾ ഇല്ലായിരുന്നു, പ്രഷറും ഇല്ലായിരുന്നു, ഈ മരുന്നുകളും ഇല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഭാര്യയ്ക്കുള്ള മരുന്ന് ഞാൻ എടുത്തു കൊടുക്കാം. ഭർത്താവിനുള്ള മരുന്ന് ഈ ഭാര്യ എടുത്തു തരട്ടെ. എന്താ? ഓ, ഓ. അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിംഗ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. ബോണ്ടയോ? ദേ, ഇവിടുന്ന് ഇറങ്ങിയില്ല. അതിനു മുമ്പേ ഇങ്ങേര് ബോണ്ടയുടെയും പരിപ്പോടയുടെയും കാര്യം പറഞ്ഞു തുടങ്ങി. എന്റെ പൊന്നു മക്കളെ, ഇങ്ങേരോടൊന്ന് പറഞ്ഞേക്ക്, കണ്ട ചായക്കടയിലൊക്കെ കയറി ഇമ്മാതിരി അവിഞ്ഞ പലഹാരങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. ഇങ്ങേർക്ക് അതൊക്കെ ഭ്രാന്ത. മനുഷ്യന്റെ വില കെടുത്തിക്കളയും. ആ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാ, നല്ല ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണേ കഴിക്കാവൂ. മനസ്സിലായോ? ബോണ്ടയും കീണ്ടയും പഴംപൊരി ഒന്നും വാങ്ങി കഴിക്കരുതെന്ന്. എനിക്ക് ഈ മസാല ദോശയും ഇടുന്നവിടെയും ഒരു ദൗർബല്യമാണ് മീനാക്ഷി കൊച്ചേ. അത് മുത്തശ്ശൻ കഴിച്ചോ? പക്ഷേ നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കണം. അപ്പൊ പിന്നെ ഇറങ്ങാം. മുത്തശ്ശൻ. ശരി മോളെ. ശരി അമ്മ. ശരി. മൈഥിലിയാണല്ലോ. മൈഥിലി, എടാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസോ? അല്ല,
എങ്കിൽ വേഗം പറ മൈഥിലി. കിളവനും കിളവി യാത്ര പോവുക രാമേശ്വരത്തേക്ക്. കിളവനും കിളവിയോ? നീ ഒന്ന് വിശദമായിട്ട് പറ മൈഥിലി. എടാ, ഇവിടെ കാർത്തിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും രാമേശ്വരത്തേക്ക് തീർത്ഥയാത്ര പോകുന്നെന്ന്. എപ്പോ? ദേ ഇപ്പോ അവര് പുറപ്പെട്ടു. ഇത് ഗുഡ് ന്യൂസ് തന്നെയാ. ബാക്കി ഏർപ്പാടുകൾ ഞാനിപ്പോ ചെയ്തേക്കാം. നീ ഫോൺ വെച്ച. ഇത് ഇന്ദ്രേശി അറിയിക്കാം. അവര് ചെയ്തോളും ബാക്കി. വൈശാഖ്. ആ വൈശാഖേ പറ. വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു പെൺസിംഹമാണല്ലോ ഇപ്പോ ഇന്ദ്രേച്ചി. എനിക്കേ വിശപ്പല്ലടാ, പ്രതികാരം. തൽക്കാലം നമ്മുടെ ദൗത്യം നിറവേറ്റാം. മനസ്സിലായില്ല? പറയാം. ചെമ്പകമംഗലത്തെ കൈമളും രാജലക്ഷ്മിയും തീർത്ഥാടനത്തിന് പോകുന്നു. എപ്പോ? ദേ ഇപ്പോ. നേരാണോ നീ പറയുന്നത്? ആ സത്യം, ഈ പകൽ പോലെ സത്യം. നീ ഫോൺ വെച്ചേ, സമയം കളയണ്ട. ബാക്കി ഞാൻ ചെയ്തോളാം. ചെമ്പകമംഗലത്ത് നിന്ന് എല്ലാത്തിനെയും തുരത്തണം. ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ചെമ്പകമംഗലത്ത് രാജലക്ഷ്മിയമ്മയുടെ വീടല്ലേ? ഞാൻ മകളാണ്. എന്താ? വളരെ സങ്കടമുളവാക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എന്താ എന്താ എന്താണെങ്കിലും ഒന്ന് പറയേ. രാജലക്ഷ്മിയമ്മയും കൈമൾ സാറും സഞ്ചരിച്ചിരുന്ന കാർ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. അയ്യോ, അല്പം സീരിയസാ. അവരിപ്പോ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലുണ്ട്. എന്താ അമ്മേ? ദൈവമേ, നീ എന്നെ ചതിച്ചോ? സാവിത്രി, സാവിത്രി ഒന്ന് ഓടി വാ. എന്താ അമ്മേ? കാര്യം ഒന്ന് പറയേ. കഴിയാത്ത കാര്യം പറയാമേ. മോളെ, അച്ഛന്റെ അമ്മയുടെയും കാർ ആക്സിഡന്റ് ആയി. അയ്യോ, 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 എന്താ എന്താ നന്ദിനി എടുത്തി? എന്തിനാ കരയുന്നതെല്ലാരും? കാര്യം പറ. മനുഷ്യൻ ഇങ്ങനെ തീ തെറ്റിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയുന്നുണ്ടോ? മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ കാർ ആക്സിഡന്റ് ആയി. അയ്യോ അയ്യോ, ആരാ ഈ കാര്യം പറഞ്ഞത്? ആരോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാ. ഏത് ഹോസ്പിറ്റലാ? സെന്റ് മേരീസ്. അയ്യോ ഈശ്വര. ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. വിളിക്കാം. കരയാതെ ഒന്നും ഉണ്ടാവില്ല. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. മോളെ, അത് സ്വിച്ച് ഓഫാ. അയ്യോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയാലോ? പോവാം. ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് വരാം. വേഗം പോ. മാലു, നീ വേഗം ജയദർശനെ ഒന്ന് വിളിക്കേ. ശരി, ഏട്ടൻ കമ്പനിയിലുണ്ട്. മാലു മാലു, അവനെ കൂടെ ഒന്ന് വിളിച്ച് പറ. കാർത്തി വിളിക്കാം. ഏട്ടത്തി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെമ്പകമംഗലത്തിന്റെ ഭരണം തൽക്കാലം എന്റെ കൈ വന്നു.
ഹലോ വൈശാഖി. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ. ഇപ്പോൾ ഇന്ദ്രചേച്ചി ആളുകളെ അയക്കും. ബാക്കി നമ്മൾ പറഞ്ഞതുപോലെ. ശരിയടാ. അവര് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ മതിയെന്നല്ലേ കാർത്തിമോനും ജയേട്ടനും പറഞ്ഞത്. ദൈവമേ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും പറ്റല്ലേ, അവരെ കാത്തോളണേ. കരയാതെ സാവിത്രി ചേച്ചി, അച്ഛനും അമ്മയ്ക്കും ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവത്തില്ലെന്നേ. രാമേശ്വരത്തേക്ക് അച്ഛനും അമ്മയും മാത്രമായിട്ട് വിടാൻ പാടില്ലായിരുന്നു. നമ്മൾ ആരെങ്കിലും പോണായിരുന്നോ? എല്ലാം ഒരു കുഴപ്പവും കൂടാതെ നടന്നാൽ മതിയായിരുന്നു. ഇന്ദ്രജമ്മായിയുടെ ആളുകളാണെന്ന് തോന്നുന്നു. ഞങ്ങള് ഇന്ദിരജ മേഡം പറഞ്ഞിട്ട് വന്നതാണ്. ആ വരൂ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. പെട്ടെന്ന് കൊണ്ടുവയ്ക്കോ. നിക്ക്. എന്നെ ഈ കസേരയിലെ ഒന്ന് കെട്ടിയിട്ടിട്ട് പോയെ. അതെന്തിനാ? എന്നെ ഈ വീട്ടുകാർ സംശയിക്കാതിരിക്കാനാ. വേഗം ആവട്ടെ. അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കേ. പിടിക്കേ. വേഗം കെട്ട്. വേഗം ആവട്ടെ. അപ്പുറത്ത്. ഓക്കെ അല്ലേ? വാ പോവാം. വാ. ആരും വരുന്നില്ലല്ലോ. വരട്ടെ. എന്തായി ചേട്ടാ? സെന്റ് മേരീസ് ഹോസ്പിറ്റൽ അതാണ്. അവിടെ അച്ഛനും അമ്മയും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനൊരു ആക്സിഡന്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാ ഹോസ്പിറ്റലുകാർ പറയുന്നത്. ഇനി എന്ത് ചെയ്യും? സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ എന്നല്ല അയാൾ പറഞ്ഞത്. ആ വിളിച്ചു പറഞ്ഞ ആളെ ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്ക്. ദേവിയുടെ കയ്യിലല്ലേ ആ നമ്പർ ഉള്ളത്, ഒന്ന് വിളിച്ചു തന്നേ. എന്ത് പറ്റി ഏട്ടത്തി? ആ നമ്പർ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. ദൈവമേ, എന്റെ അച്ഛനും അമ്മ. എന്റെ സാവധാനം ബഹളം വയ്ക്കാതിരിക്കേ. വല്യമാവ, നമുക്ക് സിറ്റിയിലുള്ള എല്ലാ സെന്റ് മേരീസ് ഹോസ്പിറ്റലും തിരക്കാം. പോവല്ലേ? വാ. അച്ഛന്റെ മൊബൈലിൽ നിന്നാണല്ലോ.
ഹലോ. ആ മോനെ, അച്ഛാ, അമ്മ എവിടെ? ദാ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. എന്താ മോനെ? ഒന്നുമില്ല അച്ഛാ. ഞങ്ങൾ തൊഴാൻ വേണ്ടി അമ്പലത്തിലായിരുന്നതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഈശ്വരാ, നിനക്ക് നന്ദി. അവിടെ വിശേഷമൊന്നുമില്ല മോനെ? ഇവിടെ ഒരു വിശേഷവും അച്ഛാ. അച്ഛനും അമ്മയും എപ്പോഴാ മടങ്ങുന്നത്? ആ, ഞങ്ങൾ ഉടനെ മടങ്ങുക. അല്ല അച്ഛൻ ഞങ്ങൾ കൊണ്ട് വരണോ? അതെന്തിനാ, ഞങ്ങൾ അങ്ങോട്ട് വരികയല്ലേ. ആ മോനെ, നിനക്കെന്ത് പറ്റിയടാ? നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല അച്ഛാ, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അച്ഛനും അമ്മയും കാണാതിരിക്കാൻ ഒരു വിഷമം. എല്ലാവർക്കും ആ സങ്കടമുണ്ട്. വേഗം ഇങ്ങോട്ട് വന്നേക്കണം. വേഗം വന്നേക്കാടാ. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ആ, അച്ഛനും അമ്മയും ഉടനെ ഇങ്ങ് വരും. അപ്പോ ഈ ആക്സിഡന്റ് വാർത്ത അത് വ്യാജമായിരുന്നു. ഇതിലെന്തോ ചതിയുണ്ടോ? വേഗം വീട്ടിലേക്ക് പോ. ആ വാ പോവാം. വാ. മോനെ കാർത്തി. എന്താ മോനെ? വേഗം വാ വല്യമ്മാവാ. മുത്തശ്ശി മുത്തശ്ശന് ഹോസ്പിറ്റലാണെന്ന് ഫോൺ വന്നത്. നമ്മളെ എല്ലാവരെയും ഇവിടുന്ന് ഒരുമിച്ച് ഓടിക്കാനാ. ഇതിലെന്തോ ചതിയുണ്ട്. വാ. മൈഥിലി, മൈഥിലി, എന്താ പറ്റിയ? വല്യമ്മാവ് വേഗം അഴിക്ക. ആരാ ഇത് ചെയ്തേ? ഇങ്ങനെ കാർത്തി, ഇത് കുടിക്ക. എന്താ എന്ത് പറ്റി? അയ്യോ, എന്തു പറ്റിയതാ? ഇവിടെ ആരോ കെട്ടിയിട്ടിരിക്കായിരുന്നു ഇവളെ. ഇവളെ തിരക്കി ഈ മാലുവിന്റെ ആങ്ങള ആ വാനരൻ പിന്നെ വന്ന് കാണും. മൈഥിലി, എന്താ പറ്റിയത്? എന്താ സംഭവിച്ചതെന്ന്? നിങ്ങൾ പോയ പിറകെ 2 ഗുണ്ടകൾ ഇങ്ങോട്ട് പാഞ്ഞു കയറി. എന്നെ തള്ളിയിട്ടിട്ട് വീടിനകം മുഴുവൻ തെരഞ്ഞു. എന്തോ ഒരു ഉടവാൾ എവിടെയെന്നും ചോദിച്ച് എന്നെ പിന്നെയും തല്ലി. ഉടവാളും പടവാളും ഒന്നും എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒടുവിൽ അവരെന്നെ കെട്ടിയിട്ടിട്ട് ഒരു പെട്ടി എടുത്തോണ്ട് വന്നു. ഇതാണിടി വാളെന്നും പറഞ്ഞ് അവരെ പെട്ടിയും കൊണ്ടങ്ങ് പോയി. ഈശ്വരാ, എന്റെ ദൈവമേ, 100 കണക്കിന് കോടികൾ വരെയുള്ള വാളാ അത്. ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യം അതും കൊണ്ടുപോയല്ലോ. അത് മീനാക്ഷിക്ക് കൊടുത്തപ്പോഴേ ഞാൻ കരുതിയതാ അത് പോക്കാണെന്ന്. നിനക്ക് ഇത്രയ്ക്ക് സൂക്ഷ്മത ഇല്ലാതായി പോയല്ലോടി കൊച്ചേ. എന്താ മീനാക്ഷി ഇത്? നിലവറയിൽ ഇരിക്കേണ്ട വാള് നീ അശ്രദ്ധമായിട്ട് അലമാരയിൽ വെച്ച എന്തിനാ? കാർത്തി, നിന്റെ പോലീസുകാരെയൊക്കെ വിളിക്കേ. കോടികളാ പോയിരിക്കുന്നത്. വേഗം വേണ്ടത് ചെയ്തില്ലെങ്കിലേ ആ വാൾ അങ്ങ് രാജ്യത്തെത്തും. ചെല്ല്. വേഗം.